അപ്പം നമ്മുടെ ഇന്നത്തെ പോയത് ഇത് മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മീഷോന്ന് ഞാൻ കുറേ കാലമായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഓർണമെന്റ്സിന്റെ ഒരു റിവ്യൂ ആണ്, പ്ലസ് ഒരു അൺബോക്സിങ്ങും ഉണ്ട് കേട്ടോ. 2-3 ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ ഓണം എന്നും നമുക്ക് വരാൻ പോകുന്നത്. ഓണത്തിന് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല, കാരണം നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് പെട്ടെന്ന് വന്നൊരു ദുരിതത്തിന്റെ ഭാഗമായിട്ട് അത്ര വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. എന്നാലും നമ്മളതായ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെറ്റുമുണ്ട്, സെറ്റ് സാരി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല ഓർണമെന്റ്സുകൾ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഒക്കെ ഒരു ട്രഡീഷണൽ കളക്ഷനിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കുറച്ച് കാലമായി ഞാൻ കൂട്ടി വെച്ചിട്ടില്ല കേട്ടോ, ഓരോന്നോരോന്ന്. പിന്നെ ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ 1-2 തവണ മാത്രം കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നേരെ പോയി നോക്കാം. ഓക്കെ, ബൈ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ മാല എന്ന് പറയുന്നത് ഇതാ, ഈ ഒരു മാലയാണ് കരുതുന്നു. ഞാൻ ട്രൈ ചെയ്യുന്ന വീഡിയോയിൽ കറക്റ്റ് കാണാം കേട്ടോ. ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ഒരുപാട് പൂവുകളൊക്കെ ഇങ്ങനെ താഴെ കൊടുത്തിട്ട് ഇതാ, ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാലക്ക സ്റ്റൈലില്, പാലക്ക മാലയില്ലേ, ആ ഒരു സ്റ്റൈലിലുള്ള ഒരു നെക്ലേസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കിടക്കുന്ന സൂപ്പർ ലുക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ്, അതിനൊരു കമ്മലുണ്ട്. സെയിം പാറ്റേൺ തന്നെയാണ് കമ്മലും വന്നിട്ടുള്ളത്. ആ വെള്ള മുത്തുകളും കണ്ടോ, കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഈ ഇങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെ മാല കമ്മലായിട്ടുള്ളൊരു സെറ്റാണ് വന്നിട്ടുള്ളത്. ഇതിന് വരുന്നത് 200 and something ആണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു മാല എന്ന് പറയുന്നത്, നല്ല ഇഷ്ടപ്പെട്ടു. ഇത്രയും ഞാൻ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാലയും തരുന്നു. അപ്പം ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇതൊക്കെ ഞാൻ കുറേ കാലമായി മേടിച്ച കേട്ടോ. ഇതൊരു ലക്ഷ്മി മാലയാണ് കേട്ടോ. ഇതൊരു ലക്ഷ്മി മാലയാണ്. ലക്ഷ്മി ദേവിയുടെ പിക്ചറും പിന്നെ പാലക്ക സ്റ്റോണും ആയിട്ടുള്ളതാണ്. ഈ റെഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള 2 സ്റ്റോണ് ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലക്ഷ്മി ദേവിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആൻറ്റി കളക്ഷൻ ലുക്ക് തരുന്ന ഒരു മാലയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഇയറിങ്സും ഉണ്ട്. എന്നാണ് കണ്ടോ, ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ നാഗപടം എന്നൊക്കെ പറയില്ല, അതുപോലെ ഇടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. ചാനലിൽ തന്നെ ഞാൻ അതിൻ്റെ കോഡും കാര്യങ്ങളും എല്ലാം കറക്റ്റ് കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ടവർക്ക്. നെക്സ്റ്റ് വരുന്നത്, ഇതെല്ലാം വരുന്നത് ഒരു 200 and something ഉള്ളിലാണ്. 200 ഉള്ളിലുള്ളതാണ് കേട്ടോ, കൂടുതലില്ല. ഒക്കെ 129, 128, 150, 108 അങ്ങനെ സംതിങ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആയി കിട്ടും. പക്ഷെ ഇതുപോലെ തന്നെ ഞാൻ പുറത്തുനിന്നത് ഈ സെയിം സാധനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു 500 and something കൊടുക്കണം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ അഫോർഡബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു മാല കാണിച്ചു തരാം. ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള മാലയാണ്, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വരുന്നത് ഒരു പാലക്ക നെക്ലേസ് തന്നെയാണ് വരുന്നത്. ഫുൾ ഗ്രീൻ സ്റ്റോണുള്ള മാല. ഇതാണ് അടുത്ത മാല. നല്ല ഭംഗിയായിട്ട് ഇതിനോട് കൂടെ ഒരു പച്ച ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാക്കാൻ പറ്റും. പിന്നെ ഇതിന് വരുന്നത് ജുംക്കയാണ്, ചെറിയ ജുംക്കയാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ പൂകളുള്ള ചെറിയ ജുംക്കയാണ് വരുന്നത്. ഇത് 127 അങ്ങനെ എന്തോ ഉള്ളു റേറ്റ് വരുന്നത്. അപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ മേടിച്ച് വെച്ചിട്ട്.
ഒരു വർഷത്തോളമായി അത് ഉപയോഗിച്ചിട്ട്. എനിക്ക് സ്റ്റോണിനൊന്നും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന മീൻസ് അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നിടത്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഇരിക്കുക കേട്ടോ. നമ്മൾ എത്ര നന്നായി സൂക്ഷിച്ചു വെക്കുന്നോ അത്രയും കാലം നമ്മുടെ കയ്യിലിരിക്കും. നെക്സ്റ്റ് വരുന്നത് അത് പുതുതാണ് കേട്ടോ. ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. മേടിച്ചിട്ട് ഇത് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് ഭയങ്കര ഫിനിഷിങ് തോന്നും കേട്ടോ. വർക്ക് അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണ്. നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. ഇത് കാണാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല സാരികൾക്കൊക്കെ പറ്റും. സെറ്റ് സാരി അങ്ങനെ അത് മാത്രമല്ല സാരികൾക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റും. അതിന് കമ്മൽ വരുന്നത് ഇതാ ഇതുപോലെയാണ്. സെയിം ആ ലോക്കറ്റിൻ്റെ അതേ ഒരു പാറ്റേണിലുള്ള കമ്മലാണ് വരുന്നത്. ഈ ബ്ലാക്ക് മെറ്റൽ ഓർണമെന്റ്സ് എവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു സിൽവർ ടച്ചുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ലൈൻ വരുന്ന, അതായത് കര വരുന്ന സിൽവർ ടച്ചുള്ള ഒരു സെറ്റ് മുണ്ടിനോട് കൂടെ ഇത് പെയർ ചെയ്ത് നോക്കൂ. ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ. എനിക്ക് എന്താ പറയുക, നിർഭാഗ്യവശാൽ എനിക്ക് ആ കളർ സെറ്റ് മുണ്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ടും ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോഴും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഗോൾഡനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ എന്താ പറയുക മെറ്റലിൻ്റെ കളറിലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എന്താ പറയുക മാലകൾ, നെക്ലേസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിതൊരു സെറ്റാണ് വരുന്നത്. ഇതിൽ കമ്മല്, മോതിരം, മൂക്കുത്തിയൊക്കെ ഉണ്ട് കേട്ടോ വരുന്നത്. നോക്കൂ എന്ത് ഭംഗിയാ നോക്കുക, എന്തൊരു ഭംഗിയത് കാണാൻ. ഇതാകുമ്പോൾ പിന്നെ കളറും പോകില്ല, നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാനും പറ്റും. മറ്റേത് കളർ പോകുമെന്നൊന്നും അറിയില്ല. എത്ര കാലം ഉപയോഗിച്ചിട്ട് കളറൊന്നും പോയിട്ടില്ല കേട്ടോ. അഥവാ ഞാൻ കളർ പോയാലോ. അപ്പൊ ഇതാ ഇത് നല്ല ഭംഗിയുള്ള ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചത് കേട്ടോ. പിന്നെ അതിന് നമുക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്ന ഒരു മോതിരം കണ്ടോ, മൂക്കുത്തി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന മൂക്കുത്തിയാണ്. എനിക്ക് ഓൾറെഡി മൂക്കുത്തിയുണ്ട്. ഇത് ഞാൻ ഇടാറില്ല, പക്ഷെ ഇങ്ങനത്തെ മൂക്കുത്തികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മെറ്റൽ സ്റ്റൈലിൽ വരുന്ന മൂക്കുത്തികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കമ്മലെന്ന് പറഞ്ഞാൽ സെയിം ആ മോതിരം പോലത്തെ സ്റ്റെഡായിട്ടുള്ള കമ്മലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ. നല്ല ലുക്ക് തോന്നും. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഗോൾഡ് ഇട്ടതിനേക്കാളും നല്ലൊരു ഭംഗി തോന്നി ഈ ഒരു മെറ്റൽ ഷെയ്ഡിലുള്ള ഓർണമെന്റ്സ് ഇട്ടപ്പെട്ടോ. ചിലപ്പോൾ എൻ്റെ തോന്നലാവും എനിക്കത് സ്യൂട്ടായിരിക്കും, എല്ലാവർക്കും സ്യൂട്ടായിക്കോളണം എന്നല്ല പറഞ്ഞത്. എനിക്ക് ഭയങ്കര. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന രണ്ട് സാധനം നമുക്ക് വെസ്റ്റേൺ വെയറിനായിട്ട് പെയർ ചെയ്യാം. അതുപോലെ സാരി ആയിട്ട് പെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഫാൻസി അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഇതേതായാലും ഇതൊക്കെ കാണിക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് കരുതി. അപ്പം ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്, ഒരു മാലയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ എന്താ ഇത് ഇത്ര കനം. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ലോക്കറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹെവിയാണ്. കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഇതാണ് എൻ്റെ ലോക്കറ്റ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള ലോക്കറ്റാട്ടോ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഒരു സാരിനോടൊക്കെ പെയർ ചെയ്തിട്ട് ഇങ്ങനെ സിംഗിളായിട്ട് നമ്മൾ സാരി ഇടുക. അതായത് നമ്മളിങ്ങനെ ഞൊറിയെടുക്കാണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്ന സാരിയുടെ കൂടെ ഈ മാല പെയർ ചെയ്ത ഭയങ്കര രസമായിരിക്കും കേട്ടോ. കാണാൻ നല്ല ലുക്കാണ്. മാത്രമല്ല വെസ്റ്റേൺ വെയേഴ്സിൻ്റെ കൂടെ ഒക്കെ നമുക്കത് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഞാനൊരു മോതിരം മേടിച്ചിട്ടുണ്ട്. ഇത് രണ്ട് സെപ്പറേറ്റ് ആട്ടോ മേടിച്ചത്. അത് സെറ്റല്ലേ, സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. വേണ്ട ഇന്ന് മോതിരം നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നമുക്ക്
ഇട്ടാൽ പിന്നെ വേറെ ഒന്നും കയ്യിൽ വേണ്ട. ഇങ്ങനത്തെ മോതിരങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റും. എനിക്ക് പൊതുവെ ഇത്ര ഹെവി ആയിട്ടുള്ള മോതിരമൊന്നും ഇഷ്ടമല്ല. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള മോതിരം ഇഷ്ടം. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ ഒക്കെ ഒരു ഒരു വേറൊരു ലുക്ക് തരും നമുക്ക്. ഇത് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റും. പിന്നെ ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇടണ്ട. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചോട്ടെ. ഇത് 108 അങ്ങനെ എന്തോ ഉള്ളൂ ഇതിൻ്റെ പൈസ. പക്ഷെ വേർത്താണ്. ഒന്ന് മേടിച്ചാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാം. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു മാല നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ മാലയാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ട് ഒരുപാട് കാലമായി. ഇതൊരു ഇതൊരു ലക്ഷ്മി ചോക്കറാണ് കേട്ടോ. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉള്ള ഒരു ചോക്കറാണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു ലുക്ക്. ആ കണ്ട ഒരു ഗോൾഡിന്റെ കളറല്ല, അത് വേറൊരു ടെക്സ്ചർ വരുന്ന ഒരു ഗോൾഡൻ കളർ പോലെ തോന്നും. നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഇതിന്റെ ഒരു കമ്മലുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതിപ്പോൾ കാണാനില്ല. ഈ സെയിം പാറ്റേണിലുള്ള ഒരു കമ്മലുണ്ടായിരുന്നു, കാണാനില്ല. ആക്ച്വലി അത് എവിടെ പോയി ഞാൻ കുറേ ആയി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിന്റെ റേറ്റ് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇത് ഞാൻ 600 സംതിങ്ങിന് മേടിച്ചതാണ്. ഒരു ഫങ്ഷൻ ഇടാൻ വേണ്ടി മേടിച്ചതായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ മേടിച്ച മാലകളൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. നമുക്ക് ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്യത്തില്ലല്ലോ. എന്തെങ്കിലും ഫങ്ഷൻസ്, അങ്ങനത്തെ ഫങ്ഷൻസ് വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ മാലകൾ ഇടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 100, 200 രൂപയുടെ ഉള്ളിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. കാരണം ഞാനിത് 600 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇത് ഇപ്പോൾ ഇതിന്റെ കമ്മലും പോയി. ശ്രദ്ധയില്ല കേട്ടോ. പിന്നെപ്പോൾ അത് ശ്രദ്ധിക്കാത്തവർക്ക് 200 രൂപയുടെ മാലയൊക്കെ നല്ലത്. പക്ഷെ മാല അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് സ്പെഷ്യലായിട്ട് എടുത്തുവെച്ചാൽ പേഴ്സിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അതിന് പെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആർക്കെങ്കിലും ഇതുപോലത്തെ മാലകൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചാനലിൽ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മേടിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസിൻ്റെ നിങ്ങളുടെ കമൻസ് ഒക്കെ കിട്ടിയാലാണ് നമുക്ക് എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.